ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വക്കീൽ പറയുന്നുണ്ട് ആ പ്രകാശിന് ഭാനുമതിയമ്മക്ക് പോകാം എന്ന് പറയാട്ടോ. അതിനുശേഷം പ്രകാശിനോട് പറയുന്നുണ്ട്, എന്നാൽ അടുത്ത ആളെ നമുക്കൊന്ന് സംസാരിച്ചാലോ പ്രകാശ. അതെ, പ്രകാശിന് ആ പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് പ്രകാശനൊന്നും മിണ്ടാതിരിക്കുകയാണ്. അല്ല, തൻ്റെ മോനെ പറ്റി താൻ ഒരുപാട് പുകഴ്ത്താറുണ്ട്. തൻ്റെ മോനെന്തോ ഗജവീരനാണെന്നോ നെറ്റിപ്പട്ടം കെട്ടിയ രാജാവാണെന്നോ എന്നൊക്കെ പറയാറുണ്ട് എന്ന് പറയുമ്പോൾ, അതെ, എൻ്റെ മോൻ വളരെ നല്ല മോനാണ്. എല്ലാവരും നന്നായിട്ട് സംസാരിക്കാനും സ്നേഹിക്കാനും മാത്രം അറിയുന്ന ഒരു മോനാണ് എൻ്റെ എന്ന് പറയാണ്. എന്നിട്ട് ആ മോൻ സ്വന്തം അമ്മേനെ നോക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, അതിനെ അമ്മേനെ നോക്കാണ്ട് ഇപ്പോൾ അവളുടെ രണ്ടാമത്തെ മോളുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നിങ്ങനെ പറയാണ്. രണ്ടാമത്തെ മോളോ? അപ്പം രണ്ടാമത്തെ മോള് പ്രകാശിൻ്റെ ആരുമല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് പ്രകാശൻ പറയുന്നുണ്ട്, രണ്ടാമത്തെ മോളെന്ന് പറഞ്ഞത് എന്നെ ഒരു വിലയിൽ തരാത്ത ഒരു മോളാണ്. അങ്ങനത്തെ മോളെ നമുക്ക് വില കൊടുക്കേണ്ട കാര്യമില്ലല്ലോ സാർ എന്നിങ്ങനെ പറയാണ്. ഓ, അങ്ങനെയാണല്ലേ പ്രകാശ എന്നിങ്ങനെ പ്രകാശൻ പറയാണ്. അതെ, എൻ്റെ അച്ഛനെ പടിയടിച്ച് പിണ്ടം വെച്ച ഒരു മകളാണ് കല്യാണി എന്ന് പറയാണ്. ആ സമയത്ത് വക്കീൽ പറയുന്നുണ്ട്, ഈ പ്രകാശൻ എന്ന് പറഞ്ഞ ആള് കഴിഞ്ഞ പ്രാവശ്യം കോടതി കൂടിയ സമയത്ത് എന്താണ് മോളോടും അതുപോലെ തന്നെ ഭാര്യയോടും ചെയ്ത ക്രൂരതകളൊക്കെ ഇവിടെ പറഞ്ഞതാണ് യുവർ ഓണർ എന്നൊക്കെ പറയും കേട്ടോ. ആ സമയത്ത് പ്രകാശൻ ഒന്നും മിണ്ടാത്തതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അതിനുശേഷം പ്രകാശനോട് പറയുന്നുണ്ട്, പ്രകാശൻ പറഞ്ഞല്ലോ, പ്രകാശിന്റെ മോൻ കുടുംബം നോക്കണവരാണ്, കുടുംബം നോക്കണവരാണ്, സ്നേഹിക്കുന്ന ആളാണെന്നൊക്കെ. എന്നിട്ട് അയാളെ ജയിലിൽ കിടന്നിട്ടുണ്ടോ എന്ന് പറയുമ്പോഴേക്കും പ്രകാശൻ പറയുന്നുണ്ട്, അതെ, അവനെ കള്ളക്കേസിൽ കൊടുത്താണ് സാർ. എൻ്റെ മോന് ഒരു കുഴപ്പമില്ല, എൻ്റെ മോൻ നല്ലവനാണ് സാർ എന്നൊക്കെ പറയുവാട്ടോ. എൻ്റെ മോൻ വളരെ നല്ല മോനാണ് സാർ, ഒരിക്കലും എൻ്റെ മോനൊരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാം കള്ളക്കേസിൽ കൊടുത്തതാണ് സാർ എന്ന് പറയാണ്. ശരി, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ശരി, താൻ ഒരു ഭാര്യനെ കല്യാണം കഴിച്ചല്ലോ, ദീപ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിന് മുമ്പ് വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും, ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞൊരു സ്ത്രീയെ. ആ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീയെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദീപനെ കല്യാണം കഴിച്ചു. എന്നിട്ട് ഈ ദീപ എടുത്ത് താൻ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണോ കല്യാണം കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പ്രകാശനൊന്നും മിണ്ടാതിരിക്കാട്ടോ. അതിനുശേഷം നമ്മുടെ വക്കീൽ ചോദിക്കണ്ടല്ല, ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീയെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരിൽ തനിക്കൊരു മകൾ ജനിച്ചിരുന്നു, ഒരു പെൺകുഞ്ഞ്. ആ പെൺകുഞ്ഞ് ഇപ്പൊ എവിടെയാണെന്ന് അറിയാവോ, എന്ത് ചെയ്യുവാണെന്ന് എന്തെങ്കിലും തനിക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ പ്രകാശനൊന്നും മിണ്ടാതിരിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ കോടതിയെടുത്ത് വക്കീൽ പറയണ്ട, കണ്ടില്ല യുവർ ഓണർ, ഇയാൾക്ക് ലക്ഷ്മിയിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചു, അതിന് ആ കുഞ്ഞ് എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ ഇയാൾക്ക് അറിയില്ല. അയാൾ അതൊന്നും അന്വേഷിച്ചിട്ടില്ല. പെൺമക്കളെ ജന്മന വെറുപ്പുള്ള ഒരു ആളാണ് പ്രകാശൻ എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ ജഡ്ജി ചോദിക്കണ്ടല്ല, തനിക്ക് പ്രകാശൻ എന്ന് പറഞ്ഞ പേര് ആരാ ഇട്ടത് എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ അമ്മയാണ് സർ. നല്ല ബെസ്റ്റ് പേര്, തനിക്കിടാൻ പറ്റിയ പേര് തന്നെ എന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കുവാട്ടോ. അത് കേട്ട് എല്ലാവരും ഇവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം നമ്മുടെ വക്കീൽ പറയുന്നുണ്ട്, സർ, ബഹുമാനപ്പെട്ട കോടതി, എനിക്ക് ഈ കേസിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ദീപേനെ വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ദീപനെ വിസ്തരിക്കാൻ വേണ്ടി ദീപനെ വിളിക്കും കേട്ടോ. അങ്ങനെ ദീപ വന്നിട്ട് എല്ലായിടത്തും ഇങ്ങനെ നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ജഡ്ജിന് നമസ്കാരം പറയുന്നുണ്ട്. അതിനുശേഷം ദീപടുത്ത് വക്കീൽ ചോദിക്കുന്നുണ്ട്, ദീപനെ കല്യാണം കഴിക്കുന്ന മുമ്പ് പ്രകാശൻ ഇതിനു മുമ്പ് വിവാഹം കഴിച്ച കാര്യം ദീപടുത്ത് പറഞ്ഞിരുന്നോ? ഇല്ല സർ, എന്നോട് പറഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല സർ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുവാണ്. ആ സമയത്ത് ദീപ പറയുന്നുണ്ട്, ഞാൻ ഈ ഇടക്കാണ് അറിഞ്ഞത്, ഇയാൾ വേറൊരു കല്യാണം കഴിച്ച കാര്യം ഈ ഇടക്കാണ് അറിഞ്ഞത്, ഞാൻ അപ്പം നെട്ടിപ്പോയി എന്ന് പറയാണ്. അതിനുശേഷം ദീപ പറയണ്ട, അതിനുശേഷം ഇയാൾ വേറൊരു വിവാഹം കഴിക്കാൻ പോകണമെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെപ്പോഴാണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ഇയാൾ കല്യാണം വിളിക്കാൻ വേണ്ടി വീട്ടിൽ വന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന് വരണം, സദ്യയുണ്ട്, 3 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് സദ്യയുണ്ട്, സദ്യ കഴിക്കാൻ വരണം, ബാക്കി സദ്യ പൊതിനെടുത്തോണ്ട് പോയിക്കെന്ന് പറഞ്ഞ് കളിയാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, എന്നെ വലിച്ചു മുറുകിടുന്ന ഒരു രാജവമ്പാലനെ ഞാൻ എടുത്ത് കളയുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കിയിട്ടാണ് സർ പോയെന്നൊക്കെ പറഞ്ഞിട്ട് ദീപ എല്ലാ കാര്യങ്ങളും കോടതിക്ക് മുമ്പാകെ പറയാണ്. അതിനുശേഷം ദീപടുത്ത് വക്കീൽ പറഞ്ഞിട്ട്, ശരി, ദീപക്ക് പോകാമെന്ന് പറയാണ്. വക്കീൽ പിന്നെ ജഡ്ജിയെടുത്ത് പറയാണ്, ഇയാൾ വളരെ ക്രൂരനായിട്ടുള്ള മനുഷ്യനാണ് സർ, മനുഷ്യനാണ് യുവർ ഓണർ, ഇയാള് പെമ്മക്കളെ വെറുക്കുന്ന ആളാണ് മൂന്നാമത് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുച്ഛിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം പറയണ്ട്, അത് മാത്രമല്ല ദീപേനെയും അതുപോലെ തന്നെ അവരുടെ മകൾ കല്യാണിനെയും ഉപദ്രവിച്ച കേസൊക്കെ കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഞാൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്ന് വക്കീൽ പറയാണ്. ദീപ ഗർഭിണിയായിരിക്കെ, കല്യാണി എന്ന് പറഞ്ഞ മകളിന് ഗർഭിണിയായിരിക്കെ തന്നെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കല്യാണിക്ക് ശബ്ദം നഷ്ടപ്പെട്ടത്. ആ കാര്യങ്ങളെല്ലാം തന്നെ കോടതിക്ക് മുമ്പിൽ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ഓക്കെ, അതൊക്കെ നോക്കാന്ന് ജഡ്ജി പറയാണ്. അതിനുശേഷം വക്കീൽ പറയുന്നുണ്ട്, എനിക്ക് ഒരാളെ കൂടി വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഈ കേസിലെ മുഖ്യമായിട്ടുള്ള ഒരാളാണ് ലക്ഷ്മി അമ്മ. പക്ഷെ ലക്ഷ്മി അമ്മനെ വിസ്തരിക്കണ മുമ്പ് എനിക്ക് വിക്രമാദിത്യനെ വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുമ്പോൾ, ശരി, ചെയ്തോളൂ എന്ന് ജഡ്ജി പറയുവാട്ടോ. അങ്ങനെ വിക്രം കോടതിക്ക് മുമ്പിൽ പ്രതിക്കൂട്ടി കയറിയിരിക്കുകയാണ്. ആ സമയത്ത് ജഡ്ജി ചോദിക്കേണ്ട, വിക്രമാദിത്യൻ അല്ലേ? എടോ, തനിക്ക് എത്ര കേസുണ്ടോ നിലവിൽ എന്ന് ചോദിക്കുമ്പോൾ വിക്രം ഒന്നും മിണ്ടാതിരിക്കുകയാണ്.
താൻ പറ എത്ര കേസുണ്ട്? അയ്യോ സാർ അതൊക്കെ കള്ളക്കേസാണ്. കള്ളക്കേസാണെന്നോ? ബഹുമാനപ്പെട്ട യുവർ ഓണർ കേൾക്കണം, ഇയാള് അച്ഛനേക്കാളും മുമ്പേ സഞ്ചരിച്ച ഒരു മകനാണ് എന്ന് പറയാണ്. അച്ഛനിപ്പോ മൂന്നാമത് വിവാഹം കഴിക്കാൻ പോണല്ലോ, 54-ാമത്തെ വയസ്സില്. ഇവനിപ്പോ 3 പെൺപിള്ളേരെ കല്യാണം കഴിക്കാൻ വേണ്ടി നിന്നിരുന്നു. ആദ്യം ഒരു സോണിനെ, ആ പെൺകുട്ടിനെ പറഞ്ഞ് പറ്റിച്ച് കബളിപ്പിച്ച് ഗർഭിണിയാക്കിയിട്ട് വിവാഹം കഴിച്ചതാണ്. അതിനെ ഒരുപാട് പീഡിപ്പിച്ച് ക്രൂരപ്പെടുത്തി ഒക്കെ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് അതിനെ ഉപേക്ഷിച്ചു. അതിനുശേഷം വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോയി, സ്വാതി എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി. ആ പെൺകുട്ടിയെ നൈസായിട്ട് പറ്റിച്ചിട്ട് പോയി. അതിനുശേഷം വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, ശരണ്യ. ആ പെൺകുട്ടിയുടെ പ്രതികാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇവനെ കല്യാണം കഴിച്ചത്. ആ കേസും കാര്യങ്ങളിലൊക്കെ ഇതൊക്കെ ഞാൻ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട് യുവർ ഓണർ എന്ന് വക്കീല് പറയാണ്. അപ്പോൾ നമ്മുടെ വിക്രമൊന്നും മിണ്ടാതിരിക്കാട്ടോ. അതിനുശേഷം നമ്മുടെ വക്കീല് ചോദിക്കേണ്ടല്ല, പ്രകാശൻ എന്ന് പറഞ്ഞ തന്റെ അച്ഛൻ മൂന്നാമത് വിവാഹം കഴിക്കാൻ പോണേ തനിക്ക് ഒരു കുഴപ്പമില്ലേടോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല അച്ഛനെ വയസ്സാകാലത്ത് നോക്കാൻ ഒരാള് വേണ്ടേ യുവർ ഓണർ എന്ന് വിക്രം പറയുമ്പോൾ, ഓഹോ വയസ്സാകാലത്തെ നോക്കേണ്ടത് മക്കളുടെ ഉത്തരവാദിത്വമാണ്. ഭാര്യമാര് മരിച്ചവരും ഭർത്താക്കന്മാര് മരിച്ചവരൊക്കെ മൂന്നാമതും രണ്ടാമതും വിവാഹം കഴിക്കാറുണ്ട്. പക്ഷെ തന്റെ അച്ഛന് ഓൾറെഡി 2 ഭാര്യമാരുണ്ട്, അതിരിക്കാണ് മൂന്നാമത് വിവാഹം കഴിക്കാൻ പോണത്. താൻ കഴിഞ്ഞ കോടതി കൂടി പറയല്ലോ തന്റെ അമ്മ ഒരു ചീത്ത സ്ത്രീയാണെന്ന്. അങ്ങനെ ഇരിക്കുന്ന അങ്ങനെ പറഞ്ഞ താന് ഇപ്പൊ തന്റെ അച്ഛന്റെ ഈ ബന്ധത്തിന് താൻ അനുകൂലിക്കുന്നുണ്ടല്ലേ? അയ്യോ എന്റെ അച്ഛൻ നല്ലവരാണ് എന്ന് പറയുമ്പോൾ, താനെ അധികം വെള്ളപൂശാൻ നിൽക്കേണ്ട, തന്റെ അച്ഛന്റെ കാര്യങ്ങളൊക്കെ കോടതിക്ക് മുമ്പിൽ ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്, തെളിവടക്കം എന്ന് പറയുമ്പോൾ വിക്രം ഒന്നും മിണ്ടാതിരിക്കാട്ടോ. അതിനുശേഷം വിക്രം എന്ത് പറയണം, താൻ എന്നാ പോവാൻ നോക്ക് എന്ന് പറയണം. അങ്ങനെ വിക്രം അവിടുന്ന് പോകുവാട്ടോ. അതിനുശേഷം നമ്മുടെ വക്കീല് പറയണ്ട്, ഇനി അടുത്ത മുഖ്യമായിട്ടുള്ള ഒരാളെ എനിക്ക് വിചാരണ ചെയ്യണം, ലക്ഷ്മി അമ്മ എന്ന് പറയുമ്പോൾ ജഡ്ജി പറയണ്ട്, ഇന്നത്തെ കോടതി സമയം കഴിഞ്ഞു, ഈ കേസിന്റെ ഇത് അടുത്ത മാസം 9-ാം തീയതി ആയിരിക്കുമെന്ന് പറയാണ്. ആ സമയത്ത് പ്രകാശം മനസ്സിൽ വിചാരിക്കണം, ഹാവു സമാധാനമായി, 9-ാം തീയതി വരെ സമാധാനത്തോടെ ഇരിക്കാമല്ലോ എന്ന് വിചാരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ലക്ഷ്മി മനസ്സിൽ വിചാരിക്കേണ്ട, ഷോ 9-ാം തീയതി വരെ നീട്ടിയല്ലോ എന്ന് ലക്ഷ്മി ഇങ്ങനെ വിചാരിക്കുക കേട്ടോ. ശേഷം പുറത്തിറങ്ങുമ്പോഴേക്കും ലക്ഷ്മിയും അതുപോലെ തന്നെ കല്യാണിയും കിരണും ദീപയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, ഷോ എന്നാലും 9-ാം തീയതി വരെ അയാൾക്ക് സമയം കിട്ടിയല്ലോ ലക്ഷ്മി അമ്മയെന്ന് പറയുമ്പോൾ, കിട്ടട്ടെ മോളെ, അവൻ ഇനി ഒരുപാട് പണി കൂടി കൊടുക്കാനുണ്ട്, അതിനുള്ള സമയം അവന് വേണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വിക്രമം പ്രകാശനൊക്കെ അവിടെ നിന്ന് വരുന്നത് കാണുവാട്ടോ. അത് കാണുന്നത് നമ്മുടെ ലക്ഷ്മി പറയേണ്ട, അതെ അവർ വരുന്നുണ്ട്, ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അവിടെ നിന്ന് പോകുവാണ്. ലക്ഷ്മി പോയി കഴിയുമ്പോൾ തന്നെ പ്രകാശം വേഗം ദീപയുടെ അടുത്തേക്ക് പോവാണ്. നിനക്ക് സമാധാനമായി അല്ലേടി? നിനക്കായിരുന്നില്ലേ എന്നെ കല്യാണം കഴിപ്പിക്കാതിരിക്കാൻ നിർബന്ധം? നീ വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് നീ വിചാരിച്ചോ? ഒരിക്കലും ഇല്ലടി, നീ എന്തൊക്കെ വിചാരിച്ചാലും ഈ കല്യാണം നടക്കും എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഹോ നിങ്ങളെ മൂന്നാമത് കെട്ടാൻ പോണ സ്ത്രീനെ ഒന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ട് എന്നിങ്ങനെ പറയുവാട്ടോ. ആ സമയത്ത് പ്രകാശം പറയണ്ട, നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ലടേ, നീ എന്തൊക്കെ പറഞ്ഞാലും ലക്ഷ്മിയും അതുപോലെ തന്നെ കാർത്തിക മോളും ഞങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ പോകുന്നില്ല എന്ന് പറയാണ്. പ്രകാശം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല, ഇപ്പൊ നിങ്ങളെക്കാളും സമ്പത്തുള്ളവരാടി ഞങ്ങള് എന്ന് പറയാണ്. അതിനുശേഷം പറയുന്നുണ്ട് നമ്മുടെ കിരൺ പറയണ്ട, അതെ ഞാനിവിടെ നിന്ന് ഒരു ചവിട്ടലുണ്ടല്ലോ വിക്രമേ, നീ നിലത്ത് കിടക്കുമെന്ന് പറയുമ്പോൾ, ആ എന്നാ ചവിട്ടടാ, നീ ചവിട്ടല്ലേ, ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്തും ഗുണ്ടകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ കല്യാണി പറഞ്ഞു, ഗുണ്ടകൾ ഉണ്ടെങ്കിലുമേ കിരണേട്ടന്റെ അച്ഛന്റെ കണ്ട നിങ്ങളുടെ മുട്ടുകാല് വിറക്കുള്ളൂ എന്ന് പറയുമ്പോൾ പ്രകാശം പറഞ്ഞിട്ട്, അതൊക്കെ മുമ്പ്, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലടി എന്ന് നീ വിളിച്ചോണ്ട് വാടി എന്നിങ്ങനെ പറയാണ്. എടാ നീ കല്യാണി പറഞ്ഞിട്ട്, എടാ നീ നിന്റെ നമ്മുടെ അമ്മേനെ കുറ്റം പറഞ്ഞല്ലോടാ, നമ്മുടെ അമ്മ വേണ്ടാത്ത രീതി നടക്കണതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. നിനക്ക് നാണമില്ല നിന്റെ അച്ഛനെ ഇങ്ങനത്തെ വേണ്ടാത്ത രീതി നടത്താനായിട്ട്? അതെ എന്റെ അച്ഛൻ വേണ്ടാത്ത രീതി നടക്കണമെന്നില്ല, നിന്റെ അമ്മയടി വേണ്ടാത്ത രീതി നടക്കണത് എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ അവർ തമ്മിൽ വാക്ക് തർക്കം നടക്കുന്ന ഭാഗത്തോട് പോയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഇന്നത്തെ എപ്പിസോഡ് പെട്ടെന്ന് സ്പീഡിലാണ് പറഞ്ഞു പോയത്, സോറി, വേറൊന്നും കൊണ്ടിട്ടല്ല, ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുവാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകേണ്ടി വന്നത്, കൊച്ചു ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടിട്ട്. ഹോസ്പിറ്റലിൽ നിന്നിട്ട് പെട്ടെന്ന് റിവ്യൂസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് ചെറിയൊരു സ്പീഡ് കൂടുതലും അതുപോലെ തന്നെ പെട്ടെന്നൊരു വെപ്രാളവും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ എന്തായാലും നാളെ തൊട്ട് കറക്റ്റായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശദീകരിച്ച് മനസ്സിലാക്കി തരാം. എന്തെങ്കിലും തെറ്റ് ഈ വീഡിയോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.